ഒന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം chapter 12. 22 മുതലുള്ള ഭാഗങ്ങളൊന്ന് വായിച്ചോ. Can you read from the 22nd verse? ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനമണിയിക്കുന്നു. നമ്മിൽ അഴക് കുറഞ്ഞവയ്ക്ക് അധികം അഴക് വരുത്തുന്നു. നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. Hallelujah. ഈ ആദിമകാലത്ത് In the start, ദൈവ മഹത്വം ഇറങ്ങുന്നത് മൗണ്ടനുകളിലായിരുന്നു. the glory of God descended in mountains. വലിയ വലിയ മൗണ്ടനുകളിൽ, വലിയ പർവ്വതങ്ങളിലാണ് ദൈവ മഹത്വം The ഇറങ്ങിക്കൊണ്ടിരുന്നത്. glory of God descended in huge mountains. അതുകൊണ്ടാണ് മോശയോട് പറഞ്ഞത്, ജനത്തെ താഴ്വരയിലോട്ട് നിർത്തി, ഞാൻ ദൈവ മഹത്വം ഈ മലയുടെ മുകളിൽ ഇറങ്ങാൻ പോകുകയാണ്. That is why Moses was told to leave the people in the valley and you come up in the mountain because I'm going to descend in my glory. അതിനുശേഷമാണ് ന്യായപ്രമാണം കൊടുക്കുന്നത്. That is later on is when God gave him the Old Testament. ഇനി അടുത്തത് കർത്താവ് പറഞ്ഞത്, ഇനി ഞാൻ പർവ്വതങ്ങളിലല്ല, എനിക്ക് വേണ്ടി എൻ്റെ മഹത്വം ഇറങ്ങേണ്ടതിന് വേണ്ടി നിങ്ങൾ എനിക്കൊരു പെട്ടകം പണിയണം. And next God said, I'm not going to descend anymore on mountains, but instead you should make an ark for me. ഈ പെട്ടകം എന്ന് കേട്ടിട്ടുള്ളവർ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. Those who have heard of ark, can you say a good hallelujah? നല്ലപോലെ ഒരു ഹല്ലേലൂയ Can പറഞ്ഞേ. you say loudly hallelujah? പെട്ടകം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. In the Old Testament, when we talk of ark, it's a very important item. ഇതിനകത്ത് പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് പെട്ടകത്തിനകത്ത് വെക്കാൻ ദൈവം ആലോചന There are കൊടുത്തത്. 3 things that is put importantly in it. ഒന്നാമത്തെ കാര്യം അഹരോന്റെ തളിർത്ത വടി. The first item was Aaron's staff. രണ്ടാമത്തെ കാര്യം പെയ്തിറങ്ങി വീണ അല്ലെങ്കിൽ പെയ്ത് വീണ മന്ന പിറക്കിയിട്ട പൊൻതളിക. And the next was a pot made of gold which had manna in it. മൂന്നാമത്തെ കാര്യം മോശയുടെ കയ്യിൽ കൊടുത്ത നിയമപലക. And third was the tablets of 10 commandments. 3 കാര്യങ്ങളാണ് പെട്ടകത്തിനകത്ത് 3 ഇരിക്കുന്നത്. things were put in the ark. ഒന്നാമത്തെ കാര്യം അഹരോന്റെ തളിർത്ത വടി. The first thing was the staff of Aaron. രണ്ടാമത്തേത് മന്ന പിറക്കിയിട്ട പൊൻതളിക. And then the second one was the manna that was put in a golden pot. മൂന്നാമത്തെ കാര്യം നിയമപലക. And third was the tablets of commandments. ഇത് ദൈവത്തിന്റെ ത്രിത്വത്തെ കാണിക്കുന്നതാണ്. These 3 items show the Trinity of God. എല്ലായിടത്തും ഈ ത്രിത്വമുണ്ട്. In all places, if you look, you can find the Trinity. ദൈവത്തിന്റെ സൃഷ്ടിയിൽ എല്ലായിടത്തും ഈ ത്രിത്വം ഒളിഞ്ഞിരിപ്പുണ്ട്. In every creation of God, you can see the Trinity. നിങ്ങൾ എവിടെ വേണമെങ്കിലും നോക്കിക്കോയും ഈ ത്രിത്വം ഒളിഞ്ഞിരിപ്പുണ്ട്. Wherever you see, you will find the Trinity. ആകാശത്ത് നോക്കിയ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ. In the heavens, if you see, you will find sun, moon, stars. ഒരു കുടുംബത്തെ നോക്കിക്കേ, അപ്പൻ, അമ്മ, മക്കൾ. In a family, if you see, you will find father, mother and children. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദേഹം, ദേഹി, ആത്മാവ്. In a man, you will find soul, spirit and body. ചെറിയ ഒരു ആറ്റം എടുത്താൽ അതിനകത്തുണ്ട് ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ. And if you look at the smallest atom, you will find 3 things: electron, proton and neutron. ഇങ്ങനെ ഈ ഭൂമിയിൽ എല്ലായിടത്തും പുതിയ നിയമത്തിലെ വിശ്വാസത്തെ കുറിച്ച് പറയുന്ന വിശ്വാസം, പ്രത്യാശ, സ്നേഹം. And in the New Testament also we see 3 things, which is love, hope and faith. എല്ലായിടത്തും യേശു കർത്താവിന്റെ പ്രധാനപ്പെട്ട മിനിസ്ട്രികളിലെല്ലാം 3 പേരെ യേശു കർത്താവ് തിരഞ്ഞെടുക്കുമായിരുന്നു. And whenever Jesus did important ministries, he would choose 3 people: പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. Peter, John, Jacob. നിങ്ങൾ ശ്രദ്ധിച്ച് എല്ലായിടത്തും ത്രിത്വത്തെ ദൈവം ഒളിപ്പിച്ചു വെക്കും. And wherever you look, you can see the Trinity in it. ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റിന് 3 പ്രധാനപ്പെട്ട ഓഫീസുകളാണ്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. God who is an almighty being has 3 offices: Father, Son, Holy Spirit. ദൈവം എന്ന് പറയുന്ന നമ്മുടെ മനസ്സിലെ കോൺസെപ്റ്റ് ഒരിക്കലും കാണാൻ കഴിയുന്നതല്ല. The concept that we have regarding God, we cannot
ever see with our naked eyes. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞ പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. That is why Jesus said that nobody has seen ever Father. അതൊരു പരാശക്തിയാണ്. It's an invisible അതൊരു ഓംനി പ്രസൻസ് ആണ്. He is found everywhere. ഒരു വ്യാപിത്വമായിട്ട് വ്യാപിച്ചു നിൽക്കുന്ന ഒന്നാണ്. This being is found in everywhere. ഇനി ഈ ദൈവം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിന് നമ്മുടെ പോലെ കൈയും കാലും ഒരു ശരീരമായി മാറിയ ആളാണ് യേശു. And this being whom we have understand as God has come in the form of body Jesus. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. Nobody has seen God ever. യേശു പറയാണ് പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. Jesus has said that nobody has seen Father ever. ഇനി ദൈവത്തെ കാണണമെങ്കിൽ യേശു പറയാണ് എന്നെ നോക്ക്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. To see the God or to see the Father, Jesus tells us, see me. If you see me, you can see Father. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ദൈവം എന്ന് പറഞ്ഞ നമ്മുടെ കോൺസെപ്റ്റ്. That is why Apostle Paul, when we talk of God as imagined in our mind, ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായി അവനിലല്ലോ വെളിപ്പെട്ടത്. that is why Apostle Paul mentioned Jesus as the person who has the entire fullness of God in him in bodily. ഇരിക്കുന്ന എല്ലാവരും പറഞ്ഞു പിതാവ്. Everyone say with me, Father. പിതാവ്. Everyone say Father, പുത്രൻ, Son, പരിശുദ്ധാത്മാവ്. Holy Spirit. ഇതിനെ പ്രതിനിധീകരിക്കുന്നതാണ് അഹരോന്റെ തളിർത്തവടി, മന്ന പെയ്ത് വിറക്കിട്ടിരിക്കുന്ന പൊൻതളിക, നിയമപലക. So this three personalities are represented by the staff of Aaron, manna the pot, and also the tablets. നിങ്ങളോട് ഞാൻ ആ ദൂത് ആവർത്തിക്കുകയാണ്. I'm going to repeat the same message to you all. ട്രിനിറ്റി എവിടെ വെളിപ്പെടുന്നു അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. Wherever this Trinity reveals, there the glory of God descends. ദൈവം പറയുകയാണ് ഇനി എന്റെ മഹത്വം ഇറങ്ങുന്നത് പെട്ടകത്തിലാണ്. So now God is telling that my glory now onwards will descend. പെട്ടകത്തിനകത്ത് അഹരോന്റെ തളിർത്ത വടി കാണിക്കുന്നത് ഇത് പരിശുദ്ധാത്മാവിന്റെ നിഴലാണ്. The staff of Aaron shows the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ നിഴലാണ് അഹരോന്റെ തളിർത്ത The വടി. staff is a shadow of Aaron's staff. എന്ന് വെച്ചാൽ ഇത് ഒറ്റ രാത്രി കൊണ്ട് തളിർത്തു, ഒറ്റ രാത്രി കൊണ്ട് പൂത്തു, ഒരൊറ്റ രാത്രി കൊണ്ട് ഫലം കായ്ച്ചു. It means so that in just one night it started to bud, it started to grow, and it started to bear fruit. ഈശോടെ പറയാം ഇത് ഒറ്റ രാത്രി കൊണ്ട് ഒരു മണ്ണുമായിട്ട് ഒരു ബന്ധമില്ലാതെ സൂപ്പർ നാച്ചുറലി ഇത് ഫ്രൂട്ട്ഫുൾ ആയി. So it means to say that without connection to the soil, this staff supernaturally started to become fruitful. പരിശുദ്ധാത്മാവിന്റെ നിഴലാണ്. ഈ വാട്ടി കാണുമ്പോൾ ഇസ്രായേലിന് മനസ്സിലാകണം ഞങ്ങളുടെ കൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. When they see this staff, the Israelites understand the God who performs miracle is with us. ഇതൊരു അടയാളമാക്കി വെച്ചിരിക്കുകയാണ്. They have placed it as a sign. ചില കുടുംബങ്ങളിൽ ചില അടയാളമാക്കി വെച്ചിരിക്കുകയാണ്. In certain families, certain things God has placed as sign. സോ അടുത്തത് മന്ന ഇട്ട് വെച്ചിരിക്കുന്ന പൊൻതളിക ഇത് പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നിഴലാണ്. And the next item was the pot which was made of gold, had manna in it which represents son. 40 വർഷം അവരെ മരുഭൂമിയിൽ നയിച്ചത് ഈ ഫുഡ് കഴിച്ചാണ്. ഈ ഭക്ഷണം കഴിച്ച ഒരാളും മരിച്ചിട്ടില്ല. Eating this food, nobody has died. യേശു കർത്താവ് ഭൂമിയിലോട്ട് വന്നിട്ട് പ്രസംഗിച്ച ഏറ്റവും വലിയ പ്രസംഗം ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. When Jesus Christ came on the earth and he preached the biggest message, his message was this, that I am the bread of life. അടുത്ത വാക്ക് പറഞ്ഞു എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. The next verse is say that those who eat me, they will live by me. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. I am resurrection and life. എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. Those who believe in me, although they will die, yet they will live. ജീവിച്ചിരുന്ന ഒരുത്തൻ ഇത് വിശ്വസിച്ചാൽ അവൻ ഒരു നാളും മരിക്കത്തില്ല. If you live and believe this, you will never die. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഇത് കാണിക്കുന്നത് പുത്രനായിരിക്കുന്ന യേശു കർത്താവിനെയാണ്. So the manna represents the son
who is Jesus Christ. നിയമഫലം കാണിക്കുന്ന പിതാവായ ദൈവത്തെ. And the tablets represent the God Father. വളരെ കാലങ്ങളായി ഈ മഹത്വം പെട്ടകത്തിനകത്താണ് For ഇറങ്ങിയിരിക്കുന്നത്. many years and for long time this ഞാൻ ഒരു glory വലിയ was in the ark. ഒരു വലിയ ദൂതിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. I'm reaching to a great message. അതോടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോയാ. I'm going to tell that, I'm going to pray for you there. അങ്ങനെ ദാവീദിന്റെ കാലശേഷം ശലോമോന്റെ കാലത്ത് യെരൂശലേമിന്റെ ദേവാലയം പണിതു. And after David's time, King Solomon came up and he built the temple of Jerusalem. ഇതിന്റെ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം, മോസ്റ്റ് ഹോളി പ്ലേസിൽ ദൈവമഹത്വം ഇറങ്ങും. And it had 3 parts: courtyard, holy place, most holy place. In the most holy place, God's glory descended. ഓരോ കാലത്തിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നത് ഓരോ സ്പെസിഫിക് ഏരിയയിലായിരുന്നു. And in each time period, glory of God descended in a particular place. ആദ്യകാലത്തിൽ പർവ്വതത്തിൽ, രണ്ടാമത് പെട്ടകത്തിൽ, മൂന്നാമത് ആലയത്തിൽ. The first time it was on the mountain, second it was in the ark, and third now it's in the temple. ഞാൻ വേഗത്തിൽ വരികയാണ്. I'm quickly coming. പുതിയ നിയമത്തിൽ യേശു കർത്താവ് വന്നപ്പോൾ യേശു ഈ ആലയത്തെ നോക്കി ഒരു ദൂത് പറഞ്ഞു. And in the New Testament, Jesus told a prophecy regarding the temple. ദൈവമഹത്വം ഇറങ്ങുന്ന ആലയത്തെ നോക്കി നമ്മുടെ കർത്താവ് യേശു ഒരു ദൂത് പറഞ്ഞു. Seeing the temple of God, our Lord Jesus prophesied. ആ ദൂത് ഇതാണ്. The prophecy was this. ഇതിന്റെ കല്ലിന്റെ മുകളിൽ കല്ല് ശേഷിക്കാതെ ഇത് പൊളിഞ്ഞു പോകും. There won't be any stone left over the other stone. It will be completely destroyed. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ആലയം പൊളിഞ്ഞു പോകും. The temple will be completely destroyed. ഗ്രേസ് ഫാമിലി ഇരിക്കുന്നവർ മിണ്ടുന്നില്ല. നിങ്ങൾക്ക് എൻകറേജ് ചെയ്യുന്ന ഒരു ദൂത് പറയാൻ പോവാ. You all are not talking anything, speaking anything. I'm going to tell you something which will encourage you. യെരൂശലേമിനെയും ആ ആലയത്തിന്റെ സിസ്റ്റത്തെ നോക്കി നമ്മുടെ കർത്താവ് യേശു പറഞ്ഞു, ഇതിനെ ഞാൻ പൊളിക്കും. Seeing Jerusalem and seeing the system of the temple in Jerusalem, our Lord said, I'm gonna break it. അയ്യോ കർത്താവേ, അങ്ങയുടെ മഹത്വം ഇറങ്ങുന്ന ആലയത്തെ ദൈവം തന്നെ പൊളിക്കും. And we are seeing here the glory where it was descending, that place God is prophesying to break it. കൊരിന്ത്യ ലേഖനത്തിൽ പറയുകയാണ്, In the book of Corinthians, Lord is telling യഹൂദന്റെ this. വികാര കേന്ദ്രമായിരിക്കുന്ന ഈ യെരൂശലേം ദേവാലയത്തെ പൊളിച്ചത്. In Corinthians, epistle of Corinthians, it is written that the most emotional temple for Jerusalem and for Israelites is broken. അത് പൊളിക്കുമെന്നുള്ള വാഗ്ദത്തം വന്നത്. It was the promise that came before that it will break. ഇന്ന് ഗ്രേസ്റ്റിനകത്തിരിക്കുന്ന നിങ്ങളെ നോക്കി കർത്താവ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ദൂത്. It is an important message for all of you who are sitting here. ആ ദൂത് ഇതാണ്. The message was this: നിങ്ങൾ എൻ്റെ ആലയം. You are my temple. ദൈവത്തിന്റെ മഹത്വം നിങ്ങളിൽ വസിക്കേണ്ടതിന്. After Solomon's temple, it is your body where the glory of God descends. You are my temple. You are my temple. നിങ്ങളാണ് എൻ്റെ ആലയം. You are my temple. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. The Spirit of God dwells in you. അടുത്ത ദൂതിന് ഇത്രയും കൈയടി കിട്ടിയാ പോരാ. The next thing when I say, you should respond. അടുത്ത ദൂത് പറയുകയാണ്, എൻ്റെ ആലയത്തെ പൊളിക്കുന്നവനെ ഞാൻ പൊളിക്കും. If anybody destroys my temple, I will destroy mine. പോരാ. പുതിയ നിയമത്തിൽ പഴയ കാലത്തിൽ പെട്ടകത്തിൽ ഇറങ്ങിയത്, പഴയ കാലത്തിൽ പർവ്വതത്തിൽ ഇറങ്ങിയത്, പഴയ കാലത്തിൽ ആലയത്തിൽ ഇറങ്ങിയ അതേ മഹത്വം ഇതിനകത്തിരിക്കുന്ന നിന്റെ മേൽ കർത്താവ് പകർന്നിട്ടുണ്ട്. As the glory descended in the mountain, in the ark, and also in the temple, the same glory is in you. Hallelujah. Hallelujah. നമ്മളാണ് കർത്താവിന്റെ ആലയം. So we are the temple of God. ഒരിക്കൽ ഈ ആലയത്തെ പണിയുന്നതിനെ കുറിച്ച് കർത്താവ് പത്രോസിനോടാണ് പറഞ്ഞത്. Once regarding the building of the temple, Lord spoke to Peter. ഒരു വെളിപ്പാട് പറഞ്ഞപ്പോൾ ജീസസ് പീറ്ററിനോട് പറയുകയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും. Jesus is telling to Peter that I will build my church. നമ്മളെല്ലാം കേട്ടിട്ടുള്ള പത്രോസേ, നീ പാറയാകുന്നു, നിന്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയുന്ന. We all heard the message like this: you are the rock, on you I will build my church. അങ്ങനെയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്. This is how we all have heard. അത് മലയാളത്തിൽ വന്നൊരു ചെറിയ ട്രാൻസ്ലേഷന്റെ മിസ്റ്റേക്ക് ആണ്. This is wrong because it came wrongly interpreted in Malayalam translation. എല്ലാ ട്രാൻസ്ലേഷനും കിടക്കുന്ന പത്രോസ് പാറയല്ല. In every translation, Peter is not recognized as the rock. പത്രോസ് പാറ കഷ്ണമാണ്. It is written as
Peter is rock piece. എപ്പോഴും പാറ പത്രോസ് അല്ല, എപ്പോഴും പാറ ക്രിസ്തുവാ. All the time the rock is Christ. ഒന്നുകൂടെ പറയാം, പാറ ആരാ? Who is the rock? നമ്മുടെ കർത്താവ് യേശുവാ. Our Lord Jesus. ബൈബിളിൽ പറഞ്ഞവൻ യുഗങ്ങളുടെ പാറയാണ്. Bible says that he is the rock of ages. പത്രോസിനെ നോക്കിയിട്ട് യേശു പറയാം, നീ പാറ കഷ്ണോ. Looking at Peter, Jesus is telling you ഒരു are പീസ് rock എടുത്തിട്ട് കർത്താവ് പറയാണ്, ഞാൻ ഇത് വെച്ചോണ്ട് ബാക്കി എന്റെ സഭയെ പണിയും. Taking one rock piece, Jesus is telling that I'm gonna build using this rock piece my church. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ പറയാം. I'll tell you in the language you will understand. കർത്താവ് പറയാണ്, ഞാനാണ് പാറ. The Lord is telling that I am the rock. ഞാനാണ് യുഗങ്ങളുടെ പാറ. I am the rock of ages. ഒരിക്കൽ ഈ പാറ പിളർന്നു. Once this rock was split. ഒരിക്കൽ ഈ പാറ പകർന്നു പൊടിഞ്ഞു. And this rock was broken into pieces. ഇത് നാലാ ഭാഗത്ത് ചിതറിപ്പോയി. And it all scattered every corner. ഒരിക്കൽ ഈ പാറ ക്രൂശിൽ ഉടഞ്ഞു തകർന്നു. And this rock was crushed on the cross. അവൻ തെരഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് ഒരു പീസ് കിട്ടി. ആ പീസിന്റെ പേര് പത്രോസ്. When this rock was broken in pieces, from there a piece was found. That piece is Peter. ഈ പാറ പൊളിയുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞൊരു ദൂതുണ്ട്. Before this rock was broken, Lord spoke a message. ആ ദൂത് ഇതാണ്. The message was this: നീ ഇതിനെ പൊളിക്കുക, you break this, ഞാൻ 3 ദിവസം കൊണ്ട് തിരിച്ചിതിനെ പണിയും. I'm gonna build it in 3 days. 3 ദിവസം കൊണ്ട് തിരിച്ച് ഞാൻ ഇതിനെ റീഫിറ്റ് ചെയ്യും. I'm gonna build myself in 3 days. നിങ്ങൾ കേൾക്കുന്നില്ല? You aren't hearing me. അടൂരിലുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു രൂപമുള്ള ഒരു പാറയെ കണ്ടിട്ടുള്ള നല്ലൊരു കല്ലേലി പറഞ്ഞു. How many of you have seen a rock in its entirety? ഹല്ലേലൂയ. നല്ല പൂർണ്ണ രൂപമുള്ള പാറ. How many of you have seen a real entire rock? ഇതാണ് യേശു. Imagine it as ഈ Jesus. പാറ പിളർന്നതിലെ ഒരു പീസാണ് പത്രോസ്. When this rock was broken in pieces, in that one piece is Peter. ആ പത്രോസിനോട് പറയാണ്, ബാക്കി പീസുകളെ വെച്ച് ഞാൻ ഇത് പണിയും. And to that Peter he is telling that I'm gonna build this ഒറ്റ church. പീസേ കിട്ടിയിട്ടുള്ളൂ, ബാക്കി പീസുകൾ അടൂരിൽ ഇരിപ്പുണ്ട്. I have just found one piece. With the rest of the piece I'm gonna build. ബാക്കി പീസുകൾ ഭൂമിയിലെ 7 ഭൂഖണ്ഡങ്ങളിൽ ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. The rest of the pieces are hidden in the 7 continents. ഭൂമിയിലെ 5 വൻകരകളിൽ ബാക്കി പീസുകൾ ഇരിപ്പുണ്ട്. അതിനെ നോക്കിയിട്ടാണ് യേശു പറഞ്ഞത്, I build my church. ഞാൻ എൻ്റെ സഭയെ പണിയും. Seeing all the rock pieces in the 5 continents, looking at them, Jesus said that I will build my church. പൗലോസ് ശരീരത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന വാക്യാണ്. It's the portion where Apostle Paul teaches of the body. ഒരു സൈഡിൽ അവൻ പാറയും പാറയുടെ കഷ്ണമായിട്ടാണ് സഭയെ ഉപയോഗിച്ചിരിക്കുന്നത്. One side we see the church represented as rock and rock pieces. എന്നാൽ പുതിയ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ശരീരമായിട്ടാണ് നമ്മുടെ സഭയെ ഉപയോഗിച്ചിരിക്കുന്നത്. And in the New Testament, one of the most significant way church is represented is through body. തല ക്രിസ്തുവും And the head is Christ. ശരീരം നമ്മൾ ഓരോരുത്തരും. And body is rest of us. നല്ലൊരു ആമേൻ പറഞ്ഞേ. Can you all say amen? തല ക്രിസ്തുവും Christ is the head. നമ്മുടെ ഭാവന പറഞ്ഞ കഴുത്തിന് താഴോട്ട് ഓരോന്നും നമ്മളാണ് ഓരോ അവയവങ്ങൾ. And the rest of the body parts, we all are the rest of the body parts. എന്നിട്ട് പൗലോസ് ഇതിനെ അങ്ങോട്ട് പഠിപ്പിക്കുക. And then Paul is teaching us this. പൗലോസ് പറയുകയാണ്, നമ്മൾ ഓരോ അവയവങ്ങളാണ് സഭയിലെ. We all are organs and parts of one body. ഓരോ അവയവങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഉപയോഗമാണ് ഉള്ളത്. And each part has their own uses. കൈ ചെയ്യേണ്ടത് കാല് ചെയ്യത്തില്ല, കാല് ചെയ്യേണ്ടത് കൈ ചെയ്യത്തില്ല. So what we do with our hand, the leg cannot do. What we cannot do with our leg, the hand cannot do. ഓരോ അവയവത്തിന് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. Each of the organs have their own responsibility. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, നിങ്ങളെ ഏൽപ്പിച്ചതിൽ വിശ്വസ്തരായിരിക്കാൻ പറ. Give your hands to the nearby person and tell, be faithful in what has been given to you. ഒരുത്തൻ 5 കൊടുത്തു, അടുത്തവന് 4 കൊടുത്തു, അടുത്തവന് 2 കൊടുത്തു, അടുത്തവന് 1 കൊടുത്തു. അടുത്ത വാക്യങ്ങളാണ്, അവനവന്റെ പ്രാപ്തിക്കൊത്തവണ്ണം ഉള്ളത് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. The parable of talents says that according to their abilities the talents were given to each person. ഗ്രേസ് ഫാമിലി എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളാണ് നമ്മൾ. A grace family, if you speak of grace family, each person who are sitting here are
organs and parts of Christ's body. നിങ്ങൾ ആമേൻ പറഞ്ഞാൽ ഇല്ലേലും അക്സെപ്റ്റ് ചെയ്താലും റിജക്റ്റ് ചെയ്താലും ഞാൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. We are the part of body of Christ. If you say amen or you say no amen, I'm gonna tell this: we are all part of the body of Christ. നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഭാഗമാണ്. We all are the part of body of Christ. പൗലോസ് ഒരു ശരീരത്തെ ഉപമിച്ചുകൊണ്ട് പറയുകയാണ് സഭയോട്. Seeing a body, Apostle Paul is telling. നമ്മൾ വായിച്ചാണ് ശരീരത്തിൽ മാനം കുറഞ്ഞവയ്ക്ക് നമ്മൾ അധികം മാനം നൽകുന്നു. We read this that in the body, the parts to those who don't have respect, we give more respect to it. എനിക്ക് ഇച്ചിരൂടെ ഇഷ്ടപ്പെട്ടത് അടുത്ത ഭാഗമാണ്. നമ്മിൽ അഴക് കുറഞ്ഞവയ്ക്ക് നമ്മൾ അധികം അഴക് വരുത്തുന്നു. The next verse is what I like the most. If some part is not presentable, we make it presentable. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. I'll tell you little more. എൻ്റെ വാക്കല്ല, പൗലോസിന്റെ വാക്കാണ്. It isn't my words, it is Apostle Paul's word. നമ്മുടെ ശരീരത്തിൽ അഴകില്ലാത്ത അവയവങ്ങൾക്ക് അധികം അഴക് വരുത്തുന്നു. So the body parts that doesn't have beauty, we give more beauty to it. ചിലർ എന്നെ നോക്കി ചിരിക്കുന്നു. Some of you are looking at me and laughing. അത് വലിയ തെറ്റൊന്നുമല്ല, ബൈബിളിൽ പറയുന്ന വാക്കാണ്. It isn't a big mistake, it is found in the Bible. ഇപ്പം നമ്മൾ ഒരു പൊതു സ്ഥലത്തോട്ട് പോകുമ്പോൾ നിന്ന നിൽപ്പിൽ ആരും പോകാറില്ല. If we are going to a public place, we do not go as we are in the house. ഒരു കല്യാണം ഉണ്ടെങ്കിൽ വീട്ടിൽ കിച്ചണിൽ നിൽക്കുന്ന അതേ വേഷത്തിൽ ഒരൊറ്റ സഹോദരിമാർ ഇവിടുന്ന് കല്യാണത്തിന് പോകാറില്ല. No sisters who go for a wedding go as they stand or be in the kitchen. അതിന് നമ്മൾ അന്നല്ല, അതിന് ദിവസങ്ങൾക്ക് മുമ്പ് മുതലേ ഒരുക്കങ്ങൾ ക്രമീകരിക്കും. So we prepare ourselves for days before we go for the wedding. ഇപ്പം എൻ്റെ മുഖത്ത് എന്തെങ്കിലും ഒരു പിമ്പിൾ വന്നെന്നിരിക്കട്ടെ, ഒരു കറുത്ത പാട് വന്നെങ്കിൽ ഞാൻ എന്നെ തന്നെ ഉദാഹരണം, നമ്മൾ എക്സ്ട്രാ ക്രീം ഇട്ട് അതിനെ ബ്യൂട്ടി ആക്കാൻ നോക്കും. So if I have a mark on my face, we put some or the other cream and make it presentable. ഞാൻ പറഞ്ഞ വചനത്തിലെ കാര്യമാണ്. വചനത്തിൽ പറഞ്ഞ അഴകില്ലാത്ത ഒരു അവയവത്തിന് നമ്മൾ അധികം അഴക് വരുത്തിക്കാൻ നോക്കും. So the word from the Bible is what I'm saying, that the part that doesn't have beauty, we make it more beautiful. കാര്യം നമ്മൾ പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ ബ്യൂട്ടി ആയിട്ട് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. Because when we enter into the public, we should enter with beauty. നല്ലപോലെ ഒരുങ്ങുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. Those who prepare and നല്ല വസ്ത്രം അണിയും, those who wear well, സഹോദരന്മാർ മുടിയൊക്കെ വെട്ടി നല്ലപോലെ അത് ചീകി റെഡിയാക്കും. and those who comb their hair well. കാര്യം നമുക്ക് ആഗ്രഹമുണ്ട് പബ്ലിക്കിന്റെ മുമ്പിൽ നമ്മൾ ബ്യൂട്ടി ആയിട്ട് നിൽക്കണം. Because we desire that in front of the public we should stand beautiful or handsome. അതിനകത്തൊരു വാക്യമുണ്ട്, അഴകുള്ളതിന് ഇതിന്റെ ആവശ്യമില്ല. In that there is a verse that those who are beautiful, they do not require it. ഞാൻ ഈ ഒരു ദൂത് പറയാൻ ഇത്രയും ഓടിക്കൊണ്ട് വന്നത്. This verse is what I'm going to tell you as my message. അഴകുള്ളവർക്ക് അല്ലെങ്കിൽ അഴകുണ്ടെന്ന് തോന്നുന്നതിന് നമ്മൾ അധികം അഴക് വരുത്തത്തില്ല. So if somebody has beauty, we do not need any effort to make them beautiful. ഇച്ചിരി കുഴപ്പമാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഫിറ്റ് ചെയ്യാൻ നോക്കും. So if there is any lack, it is then we try to fill it up. ഞാൻ പറഞ്ഞ ശരിയല്ലേ? അപ്പൊ ഇതിനകത്ത് ഇരിക്കുന്ന ചിലരെ കണ്ടിട്ട് ഭയങ്കര ഒരു കുഴപ്പമില്ലാത്തവരെ പോലെ ഇരിക്കുകയാണ്. Some of you who are sitting here as if there is no lack, there is nothing short in your body. നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ഫിറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ അർത്ഥം കുഴപ്പമുണ്ടെന്നാണ്. അങ്ങനെ കുഴപ്പമുള്ളതിനെ നോക്കി ഞാൻ ഇന്ന് പകലിൽ ഒരു ദൂത് പറയാം. So if you have anything lag or if there is any shortcoming, to such people I'm going to look at them. നമ്മളും യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. We are also the part of the body of Christ. ഇവിടുത്തെ പാട്ടുകാർ പറയുന്ന പോലെ അവന്റെ അഴകാർന്ന കണ്ണ് ഇന്നവന്റെ ശരീരത്തെ ഒന്ന് നോക്കുകയാണ്. As the singer sings that his beautiful eyes looks into his body. ഇന്നവന്റെ ശരീരമാകുന്ന ഗ്രേസ് ഫാമിലിയിലേക്ക് അവനൊന്ന് നോക്കുകയാണ്. Today he is looking into Grace family, his body. രണ്ട് കാര്യങ്ങളാ, പെർഫെക്റ്റ് ആണ്, 100% ഞാൻ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞൊരു മിണ്ടരുത്. നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഫിറ്റിംഗിന്റെ ആവശ്യമില്ല. Those who are 100% perfect, you don't say anything. Rest of you who feel that they have shortcoming, they lack some or the other thing, for you I'm telling this message. എനിക്ക് ഇച്ചിരി പ്രശ്നം ഉണ്ടെന്നൊക്കെ പറയുന്നവർ തുള്ളി ചാടിക്കോ. നിങ്ങളെ നോക്കി ഒരു ദൂത് പറയുമ്പോഴാണ് ഏറ്റവും നല്ല ബ്യൂട്ടീഷ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. So if you have any problem, if you have any lack, you should start dancing, because the best beautician has come here to make you look good. 23-ാമത്തെ വാക്യം, ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നമ്മൾ അധികം മാനം അണിയിക്കുന്നു.
And the 23rd verse says that those members of the body which deem less honorable, on these we bestow more abundant honor. നമ്മിൽ അഴക് കുറഞ്ഞവയ്ക്ക് അധികം അഴക് വരുത്തിക്കുന്നു. And our less presentable members become much more presentable. 24ാമത്തെ വാക്യം അടൂരിൽ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെയാണെന്നാ തോന്നുന്നത്. നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ. And the 24th verse says that whereas our more presentable members have no need of it. 25ാമത്തെ വാക്യം 2020ലേക്കുള്ള നമ്മുടെ ദൂതാണ്. 25th verse is the prophecy for the 2020. ശരീരത്തിൽ ഭിന്നത വരാതെ, so that there be no division in the body, അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി, but that the members may have the same care for one another. നമ്മൾ എക്സ്ട്രാ ബ്യൂട്ടി നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നത് പോലെ കർത്താവ് തന്റെ ശരീരത്തിന് അധികം മാനം തരാൻ പോകുകയാണ്. Lord is going to give more honor just as we give our body parts more honor. ഒന്നുകൂടെ ഞാൻ പറയാം. One more time I'll tell. ഇതിനകത്ത് കുറവുള്ളതിനെ, those who are short here, അവൻ തന്റെ മഹത്വത്തിൽ ഒന്ന് ഹാൻഡിൽ ചെയ്തിട്ട് in his glory he's going to prepare those people. തല താഴ്ത്തിയതിനെ തല ഉയർത്തിച്ചിട്ട് പബ്ലിക്കിന്റെ മുമ്പിൽ നിർത്താൻ പോകുകയാണ്. Those who have been put to shame will be made honorable in